100 കഥകളടങ്ങിയ നിധികുംഭങ്ങളുടെ അമൂല്യ ശേഖരങ്ങളാണ് നമ്മുടെ നാട്. പിന്നാമ്പുറങ്ങളിലേക്ക് സഞ്ചരിച്ചാൽ ചരിത്രത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങൾക്ക് ദൃക്സാക്ഷിയായ അനുഭവങ്ങളാണ് അവ നമ്മോട് വിളിച്ചു പറയുന്നത്. അന്നത്തെ വെള്ളുവനാടിന്റെ മണ്ണിൽ ഇന്ന് മലപ്പുറത്തിനും പെരിന്തൽമണ്ണക്കുമിടയിൽ മുഞ്ചുള്ള മക്കരപ്പറമ്പ് കഴിഞ്ഞാൽ വിശാലമായി പടർന്നു നിൽക്കുന്ന മൈലുകൾ വ്യാപ്തിയുള്ള സൗഹൃദ തീരങ്ങളുടെ ആകാശ കാഴ്ചകളിലേക്ക്, ഐതിഹ്യങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന ചരിത്ര താളുകളിലേക്ക് ഒരു ചെറുയാത്ര. തിരക്കൊഴിഞ്ഞ ദേശീയപാത, ഇരുവശവും മാറിമറിയുന്ന അങ്ങാടി കാഴ്ചകൾ, അവക്കു ചുറ്റും കുളിർമയേറിയ പ്രകൃതി ദൃശ്യങ്ങൾ. പച്ചപ്പുള്ള മണ്ണും മനസ്സും സ്വന്തമായുള്ള നാറാണത്തിനിന്നും തുടങ്ങി സ്നേഹവും സൗഹാർദ്ദവും വിളയിച്ചെടുക്കുന്ന രാമപുരവും കരിഞ്ചാപ്പാടിയും പനങ്ങാങ്ങരയും, ഭൂമിയിൽ കനകം വിളയിക്കുന്ന കുളിരുള്ള മണ്ണിലൂടെയാണ് ആ യാത്ര മുന്നോട്ടു പോകുന്നത്. ജീവിതത്തിന്റെ വരിഞ്ഞുമുറുക്കുന്ന തിരക്കുകൾക്കിടയിൽ ഇവിടെയെത്തുന്നവർക്ക് ആശ്വാസത്തിന്റെ തെളിനീരു പകരാൻ ആവോളം ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ഭൂമിക. കണ്ണെത്താ ദൂരം വിരിഞ്ഞു നിൽക്കുന്ന വിശാലമായ നെൽപ്പാടങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജന്മിത്വം അരങ്ങുവാണ നാടുകൾ. വെള്ളുവനാട് കോവിലകത്തിന്റെ കൈകാര്യകർത്താവായിരുന്ന വറ്റലൂർ വല്ലഭരാജയുടെ അധീനതയിലായിരുന്നു കരിഞ്ചാപ്പാടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും പാടശേഖരങ്ങളെല്ലാം. ഭൂസ്വത്തുക്കളെല്ലാം ജന്മിത്വ ദേവസ്വം ഉടമസ്ഥതയിലായിരുന്ന കാലശേഷം ബ്രിട്ടീഷുകാർ ഭൂമി പിടിച്ചെടുക്കുകയും എല്ലാവർക്കും മാലിഖാൻ പദവികൾ നൽകി കരം പിരിച്ച് അവരെ മേൽനോട്ടക്കാരാക്കി നിർത്തുകയും ചെയ്തു. അതിനും കാലങ്ങൾക്കു ശേഷമാണ് വിയർപ്പൊഴുക്കുന്നവരുടെ സ്വത്തായി കൃഷിഭൂമി മാറുന്നത്. മുസ്ലിം ജനസാന്ദ്രത കൂടുതലായിരുന്ന, ഇപ്പോഴും തനിമ നഷ്ടപ്പെടാത്ത കാർഷിക ഗ്രാമങ്ങളാണ് ഈ നാടുകൾ. നെൽകൃഷിയും കാലി വളർത്തലും പാരമ്പര്യ സംസ്കൃതിയുടെ അടിത്തറയായി നിലനിൽക്കുന്ന നാട്. പച്ചപ്പുതപ്പ് വിരിച്ച് പരന്നുകിടക്കുന്ന പാടശേഖരങ്ങൾ വളരുന്ന തലമുറയുടെ കൺകുളിർപ്പിക്കുന്ന ദൃശ്യങ്ങൾ സമ്മാനിക്കുന്ന നാട്. ഇപ്പോഴും സജീവമായ കാർഷിക സംസ്കൃതിയുടെ മുതൽക്കൂട്ടായി വികസിച്ചു വരുന്ന മത, സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ ബന്ധങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അനവധി കൈത്തോടുകൾ അഷ്ടദിക്കുകളിൽ നിന്നും കിന്നരിച്ചൊഴുകി വന്ന് ചെറുപുഴയോട് ചേർന്ന് കുറുകിയൊഴുകി കടലുണ്ടിപ്പുഴയിലേക്ക് ചെന്നുചേരുന്ന കുളിർമയുള്ള കാഴ്ചകൾ. പാടശേഖരങ്ങളും അവയെ വെട്ടിമുറിക്കുന്ന കൈത്തോടുകളും കുളങ്ങളും ചേർന്ന് വിരുന്നൊരുക്കുന്ന കരിഞ്ചാപ്പാടിയിലെ കാറ്റാടിപ്പാടവും അവിടുത്തെ ചെറുകാറ്റേറ്റ് ഇളം ചുണ്ടുകൊണ്ട് നുകരേണ്ട കട്ടൻ ചായയും മാത്രം കൊതിച്ച് സായാഹ്നങ്ങളിൽ സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പച്ചപ്പിന്നു മിഴിവേകി കുളം മുഴുവൻ മൂടി വിരിഞ്ഞു നിൽക്കുന്ന കുളവാഴക്കൂട്ടം തെല്ലൊന്നുമല്ല ആകർഷിപ്പിക്കുന്നത്. പ്രകൃതിയൊരുക്കുന്ന ദൃശ്യചാരുതകൾക്കപ്പുറത്ത് ചരിത്രത്താളുകളിലെ അതുല്യ സമർപ്പണങ്ങളുടെ കഥകൾ പറയുന്ന മണ്ണാണിത്. കോട്ടയവും എറണാകുളവും തൃശൂരും കഴിഞ്ഞാൽ നാലമ്പല ദർശനം കേന്ദ്രമാക്കിയുള്ള ഐതിഹ്യങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്ന കേരളത്തിലെ 4 കേന്ദ്രങ്ങളിൽ ഒന്നാണിവിടം. ത്രേതായുഗത്തിൽ ദശരഥപുത്രന്മാരായി ജനിച്ച വൈഷ്ണവാവതാരങ്ങളായ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ കുടികൊള്ളുന്ന 4 ക്ഷേത്രങ്ങളാണിവയെന്ന് പറയപ്പെടുന്നു. കർക്കിട മാസത്തിലെ നാലമ്പല ദർശനം പുണ്യമായി കണ്ട് ഇവിടെ ദർശനത്തിനെത്തുന്നവർ ഇപ്പോഴുമുണ്ട്. ആചാരപ്രകാരം രാമപുരത്തുള്ള ശ്രീരാമക്ഷേത്രമാണ് ആദ്യം സന്ദർശിക്കേണ്ടത്. പനങ്ങാങ്ങരയിലെ ലക്ഷ്മണക്ഷേത്രവും കരിഞ്ചാപ്പാടി വറ്റലൂർ ചൊവ്വണയിലെ ഭരതക്ഷേത്രവും നാറാണത്തുള്ള മനയിൽ ശത്രുഘ്ന ക്ഷേത്രവും ഉച്ചപൂജയ്ക്ക് മുമ്പ് തന്നെ ദർശനം പൂർത്തിയാക്കി തിരിച്ച് ശ്രീരാമനെ വണങ്ങണമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നാലമ്പല ദർശനം കർക്കിട മാസത്തിലെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുമെന്നും പാപപരിഹാരം, സന്താനലബ്ധി, കുടുംബൈശ്വര്യം, നാടിന്റെ ഐശ്വര്യം എന്നീ പുണ്യങ്ങൾ കൊണ്ടുവരുമെന്നും പറയപ്പെടുന്നു. രാമപുരത്തെ
ശ്രീരാമക്ഷേത്രത്തിൽ കുംഭമാസത്തിൽ നടക്കുന്ന ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ഏകാദശി ഉത്സവം പ്രസിദ്ധമാണ്. ഈ അമ്പലങ്ങളെല്ലാം തപസ്സുചര്യയുള്ള യോഗീശ്വരന്മാരാൽ പ്രതിഷ്ഠിതമായതാണ് എന്നാണ് ഐതിഹ്യങ്ങളിൽ വിശ്വസിക്കപ്പെടുന്നത്. ഉത്സവങ്ങളും നേർച്ചകളും ഒരു നാടിന്റെ ഹൃദയമിടിപ്പാകുന്നത് മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാനവ സന്ദേശങ്ങളെ ചേർത്തുപിടിക്കുന്ന നന്മയുള്ള മനുഷ്യർ ആ നാടിന്റെ സ്പന്ദനങ്ങളായതുകൊണ്ടാണ്. വറുതിയുടെ കാലങ്ങളുണ്ടായിട്ടും ജാറങ്ങളും നേർച്ചകളുമൊക്കെയാണ് അനേകായിരങ്ങളുടെ ആശങ്കകളെ അകറ്റി നിർത്തിയത്. ദേശീയപാതയോരത്തുള്ള ജാറത്തിങ്ങൽ പള്ളിയും തൊട്ടപ്പുറത്തുള്ള എരുമലുപ്പാപ്പ ജാറവും ആശ്രയം തേടി അലയുന്ന നാട്ടുകാർക്ക് അത്താണിയും ആശ്വാസവുമാണ്. വർഷം തോറും നടത്തിവരുന്ന നേർച്ചകൾ ഈ പൈതൃകങ്ങളുടെ സമ്പന്നതയെ വിസ്മരിക്കപ്പെടാൻ അനുവദിക്കാതെ സംരക്ഷിച്ചു പോരുന്നു. എല്ലാ വർഷവും അറബി മാസം ഷഅബാൻ 10 പനങ്ങാങ്ങരയിൽ നടക്കുന്ന മഞ്ഞളാംകുഴി നേർച്ച പ്രസിദ്ധമാണ്. ഏകദേശം 2 നൂറ്റാണ്ടുകളോളം മുമ്പ് മമ്പുറം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ സ്ഥാപിക്കപ്പെട്ട ഈ നേർച്ച ഇന്ന് 10,000-കണക്കിന് ജനങ്ങൾ നാനാദിക്കുകളിൽ നിന്നും ഒഴുകിയെത്തി പുണ്യം നേടുന്ന സുപ്രസിദ്ധ ചടങ്ങാണ്. അന്ന് മമ്പുറം തങ്ങളുമായി അങ്ങേയറ്റം സുഹൃത്ബന്ധം നിലനിർത്തിയിരുന്ന മഞ്ഞളാംകുടി മൊയ്തുപ്പാപ്പ എന്നവർക്ക് തങ്ങൾ ഓർമ്മക്കായി സമ്മാനിച്ച സ്വന്തം വാളും പരിചയും പുണ്യമെന്നോണം സംരക്ഷിച്ചു പോരുകയും ഷഅബാൻ 10 വൻ സന്നാഹങ്ങളോടുകൂടെ നേർച്ച സംഘടിപ്പിക്കുകയും ചെയ്തു വരുന്നു. മഞ്ഞളാംകുഴി തറവാട്ടിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറ ഈ പാരമ്പര്യം കൈവിടാതെ കാത്തുസൂക്ഷിച്ചതിന്റെ ഫലമായി എല്ലാ വർഷവും നേർച്ചയുടെ ഭാഗമായി ലക്ഷക്കണക്കിന് വീടുകളിലേക്ക് അന്നദാനം നടത്തി വരുന്നുണ്ട്. ബ്രിട്ടീഷ് അധിനിവേശകാലത്ത് അനവധി സ്വാതന്ത്ര്യ സമരാനുഭവങ്ങളും നേതൃവ്യക്തികളും ഉയർന്നുവന്ന പ്രദേശങ്ങളാണിവിടം. 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന 10 പ്രധാന പണ്ഡിതരിൽ ഒരാളായിരുന്നു കട്ടിലശ്ശേരി ആലി മുസ്ലിയാർ. ഷെയ്ഖ് അലിയത്തൂരി എന്ന നാമധേയത്തിൽ അറിയപ്പെട്ട അദ്ദേഹം ആഗോള പ്രമുഖരായ പണ്ഡിത ശ്രേഷ്ഠർ സൈനി ദഹ്ലാൻ എന്നിവരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പോലുള്ള അനവധി പ്രമുഖ ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ എന്നവർ മാപ്പിളപ്പാട്ട് കവിയും പ്രഭാഷകനും സ്വാതന്ത്ര്യ സമര സേനാനിയായ രാഷ്ട്രീയ നേതാവുമായിരുന്നു. MP നാരായണ മേനോനോടൊപ്പം ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ഖിലാഫത്ത് സമിതിയിൽ നേതൃത്വം നൽകുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കരിഞ്ചാപ്പാടി ജുമാ മസ്ജിദിന്റെ പഴമയുടെ പ്രൗഢിയും തനിമയും പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതുക്കി പണിതിട്ടുള്ളത്. മനോഹരമായ വയൽപ്പരപ്പിന്റെയും ജലസംഭരണികളായ തോടുകളുടെയും കുളങ്ങളുടെയും കുളിരുള്ള അന്തരീക്ഷത്തിൽ ഈ നാടിന്റെ ആത്മീയാനുഭൂതി വേറിട്ടു നിൽക്കുന്നു. പനങ്ങാങ്ങര അതിർത്തിയിൽ 300ഓളം ചരിത്ര വർഷങ്ങൾക്കു സാക്ഷിയായതെന്ന് കരുതപ്പെടുന്ന വേളൂർ ജുമാ മസ്ജിദ് അക്കാലത്തെ കേന്ദ്ര മഹല്ലായിരുന്നു. സമീപ പ്രദേശങ്ങളിലേക്കും പാതിരമണ്ണ, ചിനക്കാപ്പറമ്പ്, മണ്ണാറമ്പ് എന്നിങ്ങനെ പല മഹല്ലുകളായി പിന്നീട് വേളൂർ മാറുകയായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് രേഖപ്പെടുത്തിയ ഖബറുകൾ ഈ പള്ളിക്കു ചുറ്റും ഇന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ശമ്പളം നിർണയിക്കാതെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ച് തലമുറകളായി പള്ളിയിൽ ബാങ്ക് കൊടുക്കുകയും മറ്റു പരിപാലനങ്ങൾ നടത്തിവരികയും ചെയ്യുന്ന പൈതൃകം ഇപ്പോഴും